അയത്നലളിതമായ അഭിനയ ശൈലി കൊണ്ട് ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കുകയും കഥാപാത്രങ്ങളെ അപാരമായ ഉള്ളറിവോടെ അതിൽ കേന്ദ്രീകരിച്ചു നിർത്തുകയും ചെയ്ത ഒരു അഭിനേത്രി. മീര, നീലി, രേവമ്മ, പൂങ്കൊടി, ഇനിയും എത്ര കാലം കഴിയണം പത്മപ്രിയയുടെ കാന്തിക മണ്ഡലത്തിൽ നിന്ന് പ്രേക്ഷകനൊരു മോചനം ലഭിക്കാൻ? പ്രകാശനത്തിൽ ഒരിക്കൽ പോലും സ്വയം അനുകരിക്കാതെ ഓരോ അലരിലും വ്യത്യസ്തതയും വൈവിധ്യവും വച്ചു പുലർത്തി പൊള്ളുന്ന അനുഭവമായി സംക്രമിച്ചിറങ്ങി തിമിർത്താടി താരതമ്യം പോലും അപ്രസക്തമായ ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച പത്മപ്രിയയ്ക്ക് സിനിമ തിരിച്ചു നൽകിയതെന്താണ്? ഹൈദരാബാദിൽ നിന്ന് ബ്രിഗേഡിയർ ജാനകിരാമൻ്റെ ഓമനപുത്രി പത്മപ്രിയ ബ്ലസ്സിയുടെ കാഴ്ചയിൽ ലക്ഷ്മിയാവാൻ എത്തുമ്പോൾ തെലുങ്ക് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ വാസന്തിയായ അഭിനയ പരിചയമേയുള്ളൂ. അഭിനയിച്ചു തകർക്കാൻ പറ്റിയ വേഷമല്ലെങ്കിലും മമ്മൂട്ടിയുടെ കുട്ടനാട്ടുകാരി ഭാര്യയായി ലക്ഷ്മിയിൽ നല്ല കൈയടക്കം പത്മപ്രിയ പ്രദർശിപ്പിച്ചു. കാഴ്ച അപ്രതീക്ഷിത വിജയം കൈവരിച്ചതും പത്മപ്രിയയ്ക്ക് അങ്ങനെ മലയാള സിനിമയിൽ മേൽവിലാസമുണ്ടാക്കി. കാഴ്ച പുറത്തിറങ്ങിയ 2004 തന്നെ അമൃതത്തിൽ സൈനബയായി പത്മപ്രിയ വീണ്ടും എത്തിയപ്പോൾ വിജയം കൈവിട്ടെങ്കിലും ഇറക്കുമതി നായികമാർക്ക് സഹജമായ അന്താളിപ്പില്ലാതെ കഥാപാത്രത്തെ ഉള്ളറിഞ്ഞ് സ്വാംശീകരിക്കാനുള്ള ഈസിനെസ് നടി അപ്പോഴും പ്രകടമാക്കി. ഓ സൈനബ, ഇഷ്ടം എനിക്കിഷ്ടം, അമൃതത്തിലെ പാട്ടുകൾ പത്മപ്രിയയ്ക്ക് അക്കാലം നന്നായി ഗുണം ചെയ്തു. 2005 ഇൻഡസ്ട്രി ഹിറ്റ് രാജമാണിക്യം മാത്രമേയുള്ളൂ പത്മപ്രിയയുടെ ക്രെഡിറ്റിൽ. ബെല്ലാരി രാജയായുള്ള മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടത്തിന് മുമ്പിൽ സർവരും നിഷ്പ്രഭരായ ചിത്രത്തിൽ നടിയുടെ മല്ലി പേരിനൊരു നായിക മാത്രമായിരുന്നു. പുനർനിർവചനങ്ങളും പുനർനിർണയങ്ങളും നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപിടി പെൺപ്രത്യക്ഷങ്ങൾ വെള്ളിത്തിരയിൽ പത്മപ്രിയയിലൂടെ വാർന്നുവീണ വർഷം 2006. കറുത്ത പക്ഷികളിലെ പൂങ്കൊടിയിലൂടെ, അശ്വാരൂഢനിലെ സീതാലക്ഷ്മിയിലൂടെ, യെസ് യുവർ ഓണറിലെ മായയിലൂടെ, വടക്കുംനാഥനിലെ മീരയിലൂടെ കഥാപാത്രത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന സ്വഭാവം, പ്രകൃതം, കടന്നുപോകുന്ന അനുഭവങ്ങൾ, ദുഃഖങ്ങൾ, മോഹങ്ങൾ, ഇവയ്ക്കെല്ലാമുള്ള ആന്തരിക ഭാവങ്ങളെ സ്വന്തം അന്തഃചോദനകളുമായി ഏറ്റവും മനോഹരമായി തന്നെ ഇണക്കിച്ചേർത്തു പത്മപ്രിയ. 2006 5 സിനിമകളിൽ ഭാർഗവചരിതം മാത്രമേയുള്ളൂ പത്മപ്രിയ നിരാശപ്പെടുത്തിയെന്ന് പറയാൻ. എങ്കിലും തിരദർശനത്തിന്റെ അളവുമാത്രകളിൽ, അനുപാതങ്ങളിൽ ആ കഥാപാത്രത്തിലും നടി കയ്യൊപ്പിട്ടു. സ്വന്തം വേഷപ്പകർച്ചകളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പലവട്ടം പത്മപ്രിയ പറയാതെ പറഞ്ഞിട്ടുള്ള പൂങ്കൊടി എന്ന ഭിക്ഷാടക 100% ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മുരുകന്റെ നായികയായിരുന്നിട്ടും അവളെ ആ വർഷത്തെ മികച്ച സഹനടിയാക്കി സർക്കാർ പ്രഖ്യാപിച്ചതിലെ യുക്തിയും അയുക്തിയും ചികഞ്ഞ് തലപുകച്ചവർ അന്നേറെ. 5 ചിത്രങ്ങളിൽ അഭിനയിച്ച് എണ്ണപ്പെരുക്കം കൊണ്ട് 2007 അനിഷേധ്യയായെങ്കിലും വിവാദത്തിലും വിജയത്തിലും പാത്രവൈവിധ്യത്തിലും വിസ്മയമായ തമിഴ് ചിത്രം മൃഗത്തിലെ അളകമ്മയുമായി തുലനം ചെയ്യുമ്പോൾ 5-ൽ പോലും പത്മപ്രിയയിലെ അഭിനേത്രിയെ മാനിച്ചില്ലെന്ന് പറയേണ്ടി വരും. മൃഗം അസാധാരണമായ സിനിമയായിരുന്നു. ആണത്തം ആഘോഷിക്കുന്ന നായകനൊപ്പം കട്ടയ്ക്ക് നിന്ന് പെണ്ണത്തം ആഘോഷിക്കുന്ന നായികയായി പത്മപ്രിയ അഴിഞ്ഞാടിയ ചിത്രം. മികച്ച നടിക്കുള്ള പ്രത്യേക പുരസ്കാരം ചിത്രത്തിലൂടെ തമിഴകത്ത് നടി വെട്ടിപ്പിടിച്ചു. 2005 തവമായി തവമിരുന്നിലൂടെ, 2006 പട്ടിയലിലൂടെ, 2007 മൃഗത്തിലൂടെ തമിഴകത്തങ്ങനെ പത്മപ്രിയ ഫീവർ നൈരന്തര്യം മുറിയാതെ തുടരുമ്പോൾ ജേർണലിസ്റ്റ് ഉഷയായി പരദേശിയിൽ, കുഞ്ഞിപ്പെണ്ണായി 4 പെണ്ണുങ്ങളിൽ, ക്ലാസിക് സംവിധായകരുടെ ക്ലാസിക് ചിത്രങ്ങളിൽ ഫസ്റ്റ് ചോയ്സായി മലയാളത്തിൽ തുടരാനും നടിക്ക് കഴിഞ്ഞു. പച്ചമരത്തണലിലും ലാപ്ടോപ്പും, ആരോരും അറിയാതെ പോയ 2008 2 സിനിമകളുടെ ക്ഷീണം 2009 പത്മപ്രിയ തീർത്തത് പഴശ്ശിരാജയിലെ നീലിയിലൂടെ.
കഥാപാത്രങ്ങളുടെ ഭൂമിക വ്യത്യാസപ്പെടുമ്പോൾ ആയാസമേതുമില്ലാതെ ദ്വന്ദ്ഭാവമോ വിരുദ്ധഭാവമോ കൂടാതെ ബോഡി ലാംഗ്വേജിൽ പോലും ക്യാരക്ടർ പിടിച്ചു പോകാൻ കഴിയുന്ന നടിയുടെ സവിശേഷ ദാർഢ്യത്തിന് ഒരിക്കൽ കൂടി നീലി ബെസ്റ്റ് എക്സാമ്പിളായി. പിന്നെയും മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നൽകി ജൂറി പത്മപ്രിയയെ പുകഴ്ത്താനോ ഇകഴ്ത്താനോ ശ്രമിച്ചപ്പോൾ അതിനെ മനോഹരമായി പ്രതിരോധിക്കുന്ന നടിയെ 2009 കാണിച്ചു തന്നു. അതേസമയം ദേശീയ തലത്തിൽ കൂടി പത്മപ്രിയ നീലിയിലൂടെ ആദരിക്കപ്പെട്ടു. പൊക്കിഷത്തിലെ നാദിറയിലൂടെ തമിഴകത്ത് പിന്നെയും തൻ്റെ സിഗ്നേച്ചർ ഇടാനും 2009 നടിക്ക് കഴിഞ്ഞു. വെറുതെ ഒരു ഭാര്യയിൽ കൈവിട്ട ഭാഗ്യം കാണാക്കൺമണിയിൽ തിരിച്ചുപിടിക്കാൻ പത്മപ്രിയയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും നല്ല പാട്ടുകൾ ചിത്രത്തിൽ കിട്ടി. ഭൂമി മലയാളത്തിലെ ഫൗസിയയിലൂടെ TV ചന്ദ്രന്റെ ഫ്രെയിമിൽ നിൽക്കാൻ കഴിഞ്ഞതും 2009 നേട്ടം. കഥ പറയും തെരുവോരം ആ വർഷത്തെ നടിയുടെ മറ്റൊരു ചിത്രം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ മലയാളത്തിൽ സംഭവിച്ച ഏറ്റവും മികച്ച താരോദയമാണ് താനെന്ന് 2010 കുട്ടിസ്രാങ്കിലെ രേവമ്മയിലൂടെ ഒരിക്കൽ കൂടി നടി തെളിയിച്ചു. ഷബാന ആസ്മി, സ്മിത പാട്ടീൽ, തബു എണ്ണപ്പെട്ട നായികമാരുടെ ചുരുക്കപ്പട്ടികയിലേക്ക് ഏറ്റവും പ്രിയത്തോടെ പത്മയെയും ചേർത്തുവെക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ തെന്നിന്ത്യ. ഓർക്കാപ്പുറത്ത് ആ പ്രിയത്തിന് ശോഷണം സംഭവിച്ചു. 2010 ഇരുമ്പുകോട്ടൈ മുരട്ടുസിംഗത്തിന് ശേഷം തമിഴിൽ നിന്നും കാര്യമായ അവസരം നടിയെ തേടിയെത്തിയില്ല. കന്നഡവും തെലുങ്കും ഹിന്ദിയും പിന്നിട്ട് ഇക്കാലം അപരാജിതയിലൂടെ അങ്ങ് ബംഗാളി സിനിമയിൽ വരെ പത്മപ്രിയ ചെന്നു. ദുഃഖപുത്രി ശാരദയെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രമായി ജയരാജിന്റെ നായികയിൽ, മോഹൻലാലിന്റെ നായികയല്ല നല്ല ഫ്രണ്ട് സുനന്ദയായി സത്യൻ അന്തിക്കാടിന്റെ സ്നേഹവീട്ടിൽ, ഇന്ദു ടീച്ചറായി വൈശാഖിന്റെ സീനിയേഴ്സിൽ. 2011 വമ്പൻ വിജയം പത്മപ്രിയയ്ക്ക് നൽകിയത് സീനിയേഴ്സ് മാത്രം. കോബ്ര, ഇവൻ മേഘരൂപൻ, പോപ്പിൻസ്, നമ്പർ 66, മധുര ബസ് തകർന്നടിഞ്ഞ നായികാവേഷങ്ങളെക്കാൾ 2012 നടിക്ക് പോപ്പുലാരിറ്റി നൽകിയത് ഒരൊറ്റ ഐറ്റം നമ്പർ ചിത്രം ബാച്ചിലർ പാർട്ടി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പോലുള്ള വൻ ദുരന്തങ്ങൾ 2013 നടിയെ വേട്ടയാടിയെങ്കിലും അഗ്നിപരീക്ഷകൾക്കൊടുവിൽ മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്ന് യോബിന്റെ പുസ്തകത്തിലെ റാഹേൽ 2014 അവരെ തേടിയെത്തി. പകയും സ്നേഹവും കാമവും കുതിക്കുന്ന പെൺമനസ്സിന്റെ ഭാവവൈചിത്ര്യങ്ങൾ യഥാർത്ഥമായി തന്നെ ചിത്രത്തിൽ നടി പകർന്നാടി. പഠനം, ജോലി, വിവാഹം, WCC ഇടയിൽ ഒറ്റപ്പെട്ട ചില സിനിമകൾ. 2022 ഒരു തെക്കൻ തല്ലുകേസിലൂടെ പഴയ പത്മപ്രിയയ്ക്ക് വീഞ്ഞുപോലെ ലഹരി കൂടിയിട്ടേയുള്ളൂവെന്ന് ഒരിക്കൽ കൂടി നടി തെളിയിച്ചു.